Hello everyone, welcome to our new video. 2025 ഫെബ്രുവരി 20-ന് നടക്കാൻ വേണ്ടി പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അതൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോസ്റ്റാണ്. കാറ്റഗറി നമ്പർ 70/2024. അതിൻ്റെ സിലബസ് നിലവിൽ വന്നിട്ടുണ്ട്. നമുക്കത് ഡീറ്റെയിൽസ് നോക്കിയാലോ? യെസ്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പരീക്ഷ നിങ്ങൾ എഴുതാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡിസംബർ 12-നുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൺഫർമേഷൻ നൽകുക. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഈ കൺഫർമേഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ഡിസ്ട്രിക്റ്റും താലൂക്കും ഒക്കെ കൊടുത്ത് ഒരു എന്ത് ചെയ്യുക? ഇവിടെ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കുക. ദെൻ പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ 3 വേക്കൻസികളുണ്ട്. വേക്കൻസികൾ ഇൻക്രീസ് ചെയ്യപ്പെടും. വരുന്ന 3 വർഷം വരെ കാലാവധിയുള്ള ലിസ്റ്റായിരിക്കും. സോ ആ ഒരു സമയത്ത് ഇൻക്രീസ് ചെയ്യപ്പെടും. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ. അതിൻ്റെ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സിലബസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞ ഏകദേശം ഒരു 2 വർഷമായിട്ട് കേരള PSC ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഫോളോ ചെയ്യുന്ന ഒരു സിലബസ് തന്നെയാണ് ഈ ഒരു പരീക്ഷയ്ക്കും ഫോളോ ചെയ്യുന്നത്. നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്തതാണ്. ഈ ഒരു സിലബസ് തന്നെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഇതൊരു ഡിഗ്രി ലെവൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു സിലബസ് ആണ്. കഴിഞ്ഞ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, KSEB AE, PWD AE, ദെൻ അങ്ങനെ വരുന്ന AE ലെവൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ഉള്ള ഒരു സിലബസ് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെ ആവാനാണ് സാധ്യത എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം അത് തന്നെയാണ് കേട്ടോ സിലബസ്. ഇലക്ട്രിക് സർക്യൂട്ടിൽ നിന്ന് 10 മാർക്ക്, ദെൻ മാഗ്നറ്റിക് സർക്യൂട്ട് അതിൽ നിന്ന് 10 മാർക്ക്, DC ജനറേറ്റേഴ്സ് 10 മാർക്ക്. അത് മെഷീൻസാണ് കേട്ടോ. മൊത്തത്തിൽ ഫുൾ മെഷീൻസ് ഉണ്ട്. അത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് 10 മാർക്ക്, പവർ സിസ്റ്റം 10 മാർക്ക്, കൺട്രോൾ സിസ്റ്റം 10 മാർക്ക്, പവർ ഇലക്ട്രോണിക്സ് 10, മെഷർമെൻറ്റ്സിന് 10 മാർക്ക്, ദെൻ സിഗ്നൽസ് 10 മാർക്ക്, ട്രാൻസ്ഡ്യൂസേഴ്സ്, ഇല്ലുമിനേഷൻ, ബാറ്ററി, വയറിംഗ്, എർത്തിങ് അതിൽ നിന്നും 10 മാർക്ക്. ആ രീതിയിൽ 10 ടോപ്പിക്കുകളിൽ നിന്നും 10 മാർക്ക് വീതം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പരീക്ഷയ്ക്ക് സിലബസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഈ ഒരു സിലബസ് ഉണ്ടാവും. കഴിഞ്ഞ AE ലെവൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്ത ആളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഈ ഒരു സിലബസ് ഉണ്ടാവും. ഇനി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്യാം, ഇതൊന്ന് ലിങ്ക് തരാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു സിലബസ് ഞാൻ അറ്റാച്ച് ചെയ്യാം. നിങ്ങളെന്ത് ചെയ്യുക? അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്തൊന്ന് പഠിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുകൂടി നോക്കിയാലോ? നോക്കുന്ന സമയത്ത് യെസ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്ന് പറഞ്ഞ ഈ ഒരു പരീക്ഷയിൽ 9461 പേര് നിലവിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും കുറയും. കൺഫർമേഷൻ കൊടുക്കാൻ ഇതിൻ്റെ ഏകദേശം ഒരു 70% ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എത്രത്തോളം ഉണ്ടാവില്ല. ഒരു 6000-7000 ആൾക്കാരൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്താൽ മതി കേട്ടോ. യെസ്. അപ്പോൾ അത്രയുമാണ് കാര്യങ്ങൾ. നമുക്കെന്ത് ചെയ്യാം? കൺഫർമേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടാകുമ്പം അതുകൂടി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ബാക്കി വീഡിയോസ് വരുന്ന മുറക്ക് ചെയ്യാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്